എടാ മോനെ ഋഷിശൃംഗ, പിന്നെ നിക്കറവിടെ. ആ നമ്മുടെ വൈശാരിപരം ടൈമായല്ലേ? മണിയിട്ടായല്ലോ. അതല്ലേ പറഞ്ഞേ. അളിയ അമറേ, എന്റെ ചോദ്യം ചട്ടിയണ്ട. ഞാനൊന്നും എടുത്തില്ല. അവന്റെ ജോലി അവ എടുത്തോലെ തോരലിൽ വിട്ട് കാണും. കളിയാക്കല്ലേ. ഇനി എന്തിനാ കളിയാ ചട്ടിയൊക്കെ? ശരിയാണ്, എന്നാലും ചില ആചാരങ്ങളാകുമ്പോ അതിൻ്റെതായ ചിലതൊക്കെ. അയ്യടാ കൊച്ചു കൊള്ളൻ. അതെ, ചിരിക്കാൻ പറ്റും. പിന്നെ അവൻ അവളെ കൊണ്ട് ഓരോന്ന് വല്ല ഉറപ്പുണ്ടോ? അവൻ പറഞ്ഞതല്ലേ, ഉറപ്പ് കൊണ്ടുവന്നിരിക്കും. ഇത്രയ്ക്ക് ഉറപ്പിച്ചു അവനായിരുന്നു നിന്റെ മാമനാ. അവൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞാൽ സാറിന് സന്തോഷാവൂ? അപ്പൊ കൊണ്ടുവരും എന്നങ്ങോട്ട് വിശ്വസിക്കാം. ഓക്കെ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ദേ കോള്. അളിയ അവനാണ്. അല്ലടാ, ഇത് അവളാ, ആഞ്ചലീന. എടുത്തിട്ട് ഉറങ്ങാണെന്ന് പറ. അതൊന്നും ശരിയാവൂല. എടുത്തിട്ട് ഡൗട്ട് അടിക്കും. അവനാ. എടാ എടുത്തിട്ട് നീ ഉറങ്ങാണെന്ന് പറ. നിക്ക്. എന്താ ഉറങ്ങുവാണോ? നല്ല തലവേദന, കിടന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല തലവേദന, അതുകൊണ്ട് ഞങ്ങൾ 3 പേര് നേരത്തെ കിടന്നു. അയ്യോ ആണോ? സെയിം പിച്ച്. ഞങ്ങൾക്കും നല്ല തലവേദനയാ, ഞങ്ങളും ഉറങ്ങാൻ പോവാ. അത് പറയാനാ വിളിച്ചത്. അതെയോ? ഓ നോക്ക് എന്തിനും മാച്ചിങ്ങാ. 3 പേർക്ക് ഒരുപോലെ. നേരത്തെ കിടന്നുറങ്ങിക്കോട്ടോ. രാവിലെ വിളിക്കാവേ. ഡൗട്ടൊന്നും ഇല്ലല്ലോ? അവന്മാർക്ക് ഒരു ഡൗട്ടും ഇല്ല. എന്നാ പാക്ക് ചെയ്യാം. ഒരു കാര്യം, ഈ കാണാൻ സൗന്ദര്യമുള്ളതിനും ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ അവളുമാരും നമ്മളും മുന്നോട്ട് പ്രേമിച്ചത്. ഈ പുലികൾ ഉറങ്ങിയില്ലേ? ഹലോ. ഓ ശരി. എന്താടാ കിട്ടിയാ? കിട്ടിയെന്ന് പറയണ. ചെറിയ പ്രശ്നമുണ്ട്. അവളെ എപ്പിക്കാൻ നമ്മൾ തന്നെ പോണം, അല്ലാതെ അവനിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എങ്ങോട്ട് പോകണം? അവനല്ല കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്. ഇനി എങ്ങാനും തേക്കോ? ശേ, അവൻ അങ്ങനെയല്ലോടാ. അവൻ ഈ കടക്കാരൻ വരെ കൊള്ളോണ്ടേ, അതുകൊണ്ടായിരിക്കും. വരും. നീ ഒന്ന് നോക്കുന്നു. അല്ലടാ, എന്തെങ്കിലും സെലിബ്രേഷൻ വല്ലതുണ്ടോ? മൊത്തം ലൈറ്റ് ഒക്കെ. എടാ ദീപാവലി അല്ലേടാ? അടിപൊളി, വെടിയും പുകയും, നല്ല കോമ്പിനേഷൻ. അതെ, ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ തിരിച്ചുണ്ടായിരുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കാം. നീ പറയുന്നത് എന്തും ഞങ്ങൾ കേൾക്കാം. അതല്ല, രാവിലെ തന്നെ കൊണ്ടാക്കണമെന്ന്. ഞാൻ വിളിക്കാം. അങ്ങനെയാണ്. അതെ, എന്താ കുട്ടിയുടെ പേര്? ഗംഗ. അളിയന്റെ പേരെന്താടാ? ദേവപ്രയാഗ്. അളിയന്റെ? ഋഷികേശ്. എന്റെ? അമർനാഥ്. ഈ 3 സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താടാ? നമ്മളെ കുളിപ്പിച്ച് തണുപ്പിച്ച് പുതപ്പിച്ച് കിടത്താൻ
അവള് വരുന്ന നോക്കടാ. കുഴപ്പമുണ്ടോ? വേണ്ട. എന്തേലും ചോദിക്കണോ? ചോദിക്കും. അതെ, സുഖാണോ? നശിപ്പിച്ചു. കുഴപ്പമായ ഓടാതണ്ടി. ഗംഗ എന്നാണല്ലേ പേര്? അതെ. നല്ല പേര്. ഇതാണ് ചോദിക്കേണ്ടത്, നീ എൻ്റെ പറയാത്തുണ്ട്. മിണ്ടാതിരടാ പട്ടി. കുട്ടി വേണമെങ്കിൽ അകത്തിരുന്ന് റെസ്റ്റ് എടുത്തോളൂ. നമ്മള് പുറത്തുനിന്ന് റെസ്റ്റ് എടുക്കാം. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഓക്കെ. സമയമുണ്ടല്ലോ. പെണ്ണിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരിടത്തിൽ പ്രതീക്ഷിച്ചില്ല. ആ അതൊക്കെ പോട്ടും. ആരാദ്യം? നിങ്ങൾക്ക് രണ്ടുപേർക്കും വിരോധം ഇല്ലെങ്കിൽ ഞാൻ വിരോധമുണ്ട്. ഒരു മറ്റേ മറ്റടുത്ത വർത്തമാനം പറയരുത്. ഇതൊന്നും നടക്കൂല, ഇതൊന്നും ശരിയാവില്ലെന്ന് മുടക്ക് വർത്തമാനം പറഞ്ഞിട്ട് നിനക്ക് അവിടെ കാറിൽ ഒട്ടിരുന്ന് വരകം വേണം, ആദ്യം തന്നെ പോകാൻ വേണം. സമ്മതിക്കൂല. നീ ലാസ്റ്റ്. അങ്ങനെ പറഞ്ഞ ഒരങ്ങനെയില്ല. നീയോ ഞാനോ? ആരാദ്യം? അത് പിന്നെ എനിക്ക് വേണ്ട, ട്രൗസറാ. ഓക്കെ, ഗുഡ് ഐഡിയ. എവിടെ ഇത്? ഹെഡ് വീണ നീ, ടേല് വീണ ഞാൻ. കുത്തനെ നീ പോക്കോ. കറക്റ്റ്. കറക്റ്റാ? കുത്തനെ നിക്കല്ലേ. അപ്പൊ മക്കളെ, മാമൻ പോയിച്ചും വരാം. ഓക്കെ. എടാ നിക്ക്. ഡേ, ഒരു നല്ല കാര്യത്തിന് മുമ്പ് പുറകെ നിന്ന് വിളിക്കല്ലേ. എന്താണ്? എടാ നിന്റെ ഈ ലോക്കൽ സെറ്റപ്പ് ഒന്നും പോയി അവളോട് കാണിക്കരുത്. അവളിപ്പോ ഇങ്ങോട്ടൊന്ന് കേറിയല്ലേ ഉള്ളൂ. ആദ്യം നമുക്ക് അവളായിട്ടൊന്ന് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ച് ഒരു കോഫിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് പതുക്കെ കാര്യത്തിലേക്ക് കടന്നാ പോരെ? എങ്ങനെ? അത് നല്ലൊരു ഐഡിയ ആണ്. അതെ. എവരി ആക്ഷൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ. അല്ലെങ്കിൽ കറക്റ്റ്. പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും. അപ്പൊ കോഫി എടുക്കാം.